ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് എന്താ പറയുക, നമ്മൾ സദ്യ ഉണ്ടാക്കണ്ടേ, നമ്മളെല്ലാ വീട്ടുകാരും കൂടെ ഒരുമിച്ച്. അപ്പം അതിന് വേണ്ടി പോവാം കേട്ടോ. നല്ല വെയിലുണ്ട്, വെയിലത്താണ് പോണത്. എൻ്റെ കൂടെ മുല്ലായിട്ടുള്ളത്. അവിടെ എത്തി ഉണ്ട്. നമ്മളെ സഞ്ചയ കൊണ്ടിട്ടോ. ആദ്യം നമ്മൾ കൊട്ടെടുക്കണ്ടേ. ഇതെടുത്താല് എടുത്താണ് പുറത്ത് നിന്ന്. ഇത് വേണോ? നമ്മൾ പച്ചക്കറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നെല്ല് മാങ്ങയും വാങ്ങി. വെണ്ടയൊക്കെ എടുക്കുക അടക്ക്. ഇനി ഇതുകൂടി ഞാൻ എടുക്കണം, കഞ്ഞെടുത്തു. ബ്രിഞ്ചൽ, നമ്മളെ ബ്രിഞ്ചൽ എടുക്കുന്നുണ്ട്. മതി. എത്ര എണ്ണോ? ചേച്ചി ചിരിക്കാറുണ്ട്. കൊള്ളില്ലടാ. നല്ല വൈദ്യ ഇല്ലാക്ക കേട്ടോ. പിന്നല്ല തൂക്ക് എത്ര ഉള്ളേ? അതെ എൻ്റെ അല്ല. സാധനമൊക്കെ വാങ്ങിയിട്ടാണ് കയ്യിൽ ബില്ലടിക്കാൻ പോവാണ്. മോനൂസ് പിന്നെ ഒരു കാശിതുണ്ടാകാൻ പറഞ്ഞിട്ട് നോക്കട്ടെ. പൈസ ഇടുന്ന പാത്രം വില 99 റുപ്യൊക്കെ കാണിക്കുന്നത്. അയ്യോ, 36 റുപ്യ ആനൻ്റെ ഒക്കെ ചെയ്യണം. ഇത് 45 55 ഇത്ര വില. എനിക്കൊരു 20 റുപ്യ തന്നു ഞാൻ പറഞ്ഞേച്ചാ. ഞാനിത് വാങ്ങുന്ന ഭയങ്കര വിലയാണ്. ഞാൻ എന്നാലും വാങ്ങണില്ല കേട്ടോ. നോക്കട്ടെ. 22 റുപ്യ. ഇത് വാങ്ങാനേ. ഇത് ആൾക്കാരെ നോക്കി സ്റ്റിച്ചിങ് അത് കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കാട്ടോ. സാധനമൊക്കെ കേട്ടോ. നമ്മൾ ഓട്ടോ വിളിച്ചിരിക്കണേ, കിട്ടുമെന്ന് വിചാരിക്കണേ. ഓട്ടോക്ക് വെയിറ്റ് ചെയ്യാൻ. സാധനല്ലതാ ഇവിടെ എത്തിക്കണേ. മത്തന്, വെള്ളരി, പാലട, തക്കാളി, മസാല, കായം, ഉരുളൻകിഴങ്ങ്, പുളി, മാങ്ങ, ക്യാരറ്റ്, ഇളവൻ, ഉള്ളി, വൈദിന, പച്ചമുളക്, വെളിച്ചെണ്ണ, നെയ്യ്, ബീട്രൂട്ട്, ചെറിയുള്ളി, മല്ലിച്ചപ്പ്, വെളിച്ചെണ്ണ, നെയ്യ്, അത് പച്ചക്കായി, ഇത് ഒക്കെ വന്നിട്ട് കേട്ടോ. പിന്നെ പാലും തൈരും പിടിച്ചലുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഇനി നമ്മള് സദ്യ എടുക്കാം കേട്ടോ, നമ്മളെ വീട്ടുകാരെല്ലാരും കൂടെ കൂടി. അപ്പൊ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. ഞങ്ങൾ തലേന്ന് തന്നെ പച്ചക്കറിയൊക്കെ മുറിച്ചിടുക കേട്ടോ. അന്ന് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സദ്യയിൽ ചെറിയ കുറച്ച് വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി പരീക്ഷിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ഉണ്ടാക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ. അപ്പം നമ്മൾ സദ്യ ഒരുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ സാധനങ്ങളും മുറിച്ച് അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ആയിഷത്താത്ത ഉണ്ട്, അതേപോലെ സജനത്താത്ത, മുഫീദ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഫർസാന ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ആണ് ചെയ്യുന്നത്. എല്ലാവരെയും ഒന്നും കാണിക്കണില്ല കേട്ടോ. എല്ലാവർക്കും ഒന്ന് പിന്നെ സാമ്പാറിലേക്കുള്ള തേങ്ങ വറക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് സാമ്പാറൊക്കെ നമ്മൾ നേരത്തെ വെച്ചു, തലേന്ന് രാത്രി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി വെക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ്. തീയൊക്കെ മൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സജിൻതാത്തി ആയിഷത്താത്തി സാമ്പാറൊക്കെ വെച്ചത്. പിന്നെ അതിലേക്കുള്ള തേങ്ങ വറക്കലും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് എല്ലാ വിഭവങ്ങളുണ്ടാക്കിയത്. പിന്നെ വെച്ചാൽ ഓരോരുത്തർ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടി തലേന്ന് സാധാരണ വീട്ടിൽ സമയത്ത് ഒരുവിധം എല്ലാവരും കൂടെ കൈയിട്ട് എല്ലാം കൂടെ എന്താ പറയുക അടിപൊളിയാക്കിട്ടോ. എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന ആ ഒരു രസം. പിന്നെ കുട്ടികൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയാണ്. സൂപ്പർ. എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 5-6 വീട്ടുകാർ ഒരുമിച്ചാട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തതും. അത്യാവശ്യം സജിൻതാൻ്റെ മോളെ കുട്ടിയാണ്. അങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഉള്ളി കടുക് പറഞ്ഞിട്ട് പിന്നെ അതേപോലെ വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാണ് ഞാൻ കേട്ടോ ഇഞ്ചി ഉണ്ടാക്കുന്നത്. വലിയൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേണം പാട്ട് കേട്ടോ. നമുക്ക് തലേന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളൊക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ച് ഇതിൽ അരിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് വെക്കാനുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ വെച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ വലിയൊരു ചെമ്പൊക്കെ വെച്ച് കല്ലൊക്കെ വെച്ച് പിന്നെ അരിയൊക്കെ വെച്ച് പുറക്കാൻ തുടങ്ങി. പിന്നെ പായസം വെക്കാൻ തുടങ്ങി. പിന്നെ അച്ചാർ വാങ്ങാൻ വിട്ടുപോയി. അതുകൊണ്ട് പച്ചമാങ്ങയൊക്കെ ഉണ്ട്. നമുക്ക് മാങ്ങുമരമുള്ളതുകൊണ്ട് ഞങ്ങൾ 2-3 മാങ്ങയൊക്കെ പറിച്ച് അതെടുത്തിട്ട് ചെറിയൊരു അച്ചാർ പോലെ ഉണ്ടാകും. നമ്മൾ സദത്താതൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ ഇങ്ങനെ സദ്യയൊക്കെ ഒരുക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഞാൻ പായസത്തിന് അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ സജൻതാത്തയും പിന്നെ മിന്നും കൂടെയാണ് പായസത്തിനൊക്കെ അടുപ്പത്ത് വെച്ചിന്. പിന്നെ അതുപോലെ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കുളിച്ചില്ലായിരുന്നു, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ കുളിച്ച് വന്ന കേട്ടോ. കുളിച്ച് വന്നതിന് ശേഷം ഇത് കറിയിട്ടിട്ട് കേട്ടോ ഞാൻ പോയത്. ഇത് മുള്ളുണ്ടാക്കി കേട്ടോ. ഇത് നമ്മളെ ഓരോരുത്തരും സെറ്റാണോ നോക്കണം. ഇത് നമ്മളെ ഓലനാട്ടോ. പിന്നെ ശരി കേട്ടോ. അത് മുഫിൻ അങ്ങനെ കൂടി ഒരു ഓല അവിടെ നിന്ന് ഉണ്ടാക്കി മുഫിൻ്റെ വീട്ടിൽ അങ്ങനെ കൂട്ടുകറി, കേബേജ് ഉപ്പേരി, ഇതെല്ലാ വിഭവങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിച്ചാൽ മതി. സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സെറ്റ് അടിപൊളിയാണ് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം. എന്തായാലും വിഷുവിൻ്റെ മുൻപ് ഞങ്ങൾ സദ്യ ഉണ്ടാക്കി കഴിച്ചു. എന്താ വെച്ചാൽ നോമ്പിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കൊരു ദിവസം സദ്യ ഇരിക്കണമെന്ന്. അപ്പോൾ പുതിയ വീട്ടുകാരും പിന്നെ കുറച്ച് എല്ലാവരും കൂടെ കൂടിയപ്പം നല്ല വൈബായി. അങ്ങനെയാണ് കേട്ടോ നമ്മളിത് സെറ്റാക്കണത്. അങ്ങനെ നമ്മൾ സദ്യ വിളമ്പാറായി. കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി വിളമ്പിയിട്ട് ഓരോരുത്തർ ഫസ്റ്റ് ഉപ്പൊക്കെ ഇട്ട് പിന്നെ എന്താ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം. ഈ വെക്കേഷൻ സമയമാണല്ലോ. അപ്പം സദ്യ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. എങ്ങനെയുണ്ട് എല്ലാ രസമുണ്ടല്ലേ?
ഒക്കെ വിളമ്പി കഴിഞ്ഞിട്ട് തിന്നൽ തുടങ്ങാം കേട്ടോ. പപ്പടൊന്നുമില്ല നമ്മക്ക്. പപ്പടപ്പ വരൂ എന്നിട്ട് തന്നെ സാമ്പാർ രസമൊക്കെ വരും. പുളിയിഞ്ചിയോ ഏതൊക്കെ ഇഷ്ടതാ ആർക്ക് കൊറേ പപ്പടം ഉണ്ടാക്കിയ സാമ്പാറില്ല. വീഡിയോയിൽ കാണിക്കട്ടെ. ഞാനിതൊന്നും മ്യൂട്ട് ചെയ്യൂല. ഫുള്ള് സാമ്പാറില്ലേ അവളാ ചോദിക്കണം കേട്ടോ. ഇത് തിരക്ക് ബൈജ ഷെറീനാട്ടോ. ഇതൊക്കെ ഇതാ ചോറിട്ടില്ലേ? തിന്നണ കാണില്ലേ? തിന്നൂടി വാവേ മോനസേ. അച്ചാറങ്ങണ്ടേ? അച്ചാർ അയക്കണോ? നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് അച്ചാറാട്ടത്. അങ്ങനെ നമ്മളെ സദ്യയൊക്കെ വിളമ്പി കഴിച്ച് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ ടാറ്റാ.